ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് നാളായി വ്ളോഗ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2-3 മാസമായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഷോർട്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്, പ്രൊമോഷൻസ് ഒക്കെ ഉള്ളതല്ലേ. റിയോ നടങ്ങിയേ, ഇവിടെ ഒരു കുരുത്തം കെട്ട ചെറുക്കനുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അവനെ. വ്ളോഗിൽ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ ലോങ് വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇതാണ് ചെറുക്കൻ, ഭയങ്കര അലമ്പൊരു ചെറുക്കൻ. ഇത്ര അലമ്പൊരു ചെറുക്കന് എന്തോ ചെയ്താലും പറ്റത്തില്ല, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് എടുത്തോണ്ടിരിക്കണം. റിയോ സെറ്റ് അനുസരണയുള്ളതുകൊണ്ട് സിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓടും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ലോങ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് കുറെ കാലമായി. സോ ഞാനിങ്ങനെ കരുതുമായിരുന്നു, ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് പ്രമോഷൻ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പം ഷോർട്സ് അല്ലാതെ നോർമൽ ഇടാറുണ്ട്. കാരണം ആൾക്കാർക്ക് എന്റെ പ്രൊമോഷൻസ് കണ്ട് ബോറടിച്ച് മടുത്തു. അവരടുത്ത് പറയാൻ തുടങ്ങി, ജാസ്മിൻ നിനക്ക് വേറൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ലേ എടുത്തിടാൻ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനിയും വെറുപ്പിച്ച് ശരിയാവത്തില്ല എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെയും ഓക്കെ നോർമൽ ഷോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ബട്ട് സ്റ്റിൽ ഞാൻ വ്ളോഗുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിലാണോ സംതിങ്, ഞാൻ വ്ളോഗിലോ എന്തിലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഷോർട്സിലോ വ്ളോഗിലോ എന്തിലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ടൈം വേണം, എനിക്ക് കുറച്ച് ബ്രീത്ത് ചെയ്യാനുള്ള സമയം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. സോ ഞാൻ വിചാരിക്കുകയാണ് ഇനിയും ഞാൻ ഒരുപാട് സമയം അകത്ത് നമ്മുടെ ക്ലീനിങ്ങിന് ചേച്ചി വന്നിട്ടുണ്ടപ്പം ചേച്ചിക്ക് ഓൾറെഡി ഡോഗിനെ പേടിയാ. അപ്പൊ ഇവനാണെങ്കിൽ അങ്ങോട്ട് പേടിയാണെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഒരു ധൈര്യമില്ല. പേടിയാണെന്ന് മനസ്സിലായോണ്ട് ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കാൻ ഒരു ത്രിൽ, ആ ത്രില്ലിലാണ് ഇവനിപ്പോ. ഓക്കെ, അപ്പൊ ഇനിയും ഞാൻ ഇങ്ങനെ ഇരുന്നാല് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ വിചാരിച്ചു നമ്മുടെ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ സത്യം പറഞ്ഞ വ്ളോഗ് ചെയ്യാൻ ഞാൻ മറന്നുപോയി, ലിറ്ററലി ഞാൻ മറന്നുപോയി എങ്ങനെയാണ് നമ്മുടെ വ്ളോഗ് ചെയ്യുന്നത്. എനിക്കിപ്പോ ആൾക്കാരുടെ മുമ്പിൽ കാണാം, പക്ഷെ നാണം, പണ്ട് നാണമാനമില്ലായിരുന്നു, നാണം അത് ഇതെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. മക്കളിവിടെ വാ, പൊന്നാര ഇവിടെ അങ്ങ് ഇരുന്ന് കളാ. അപ്പൊ നമ്മൾ ഇപ്പൊ വന്നേക്കുന്നത് ഒരു ക്യൂ എൻ നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടാണ് എന്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്, എന്തുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതായതെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് എന്തായാലും ഉണ്ടാവും. ജസ്റ്റ് ഇതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് വിചാരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്ത് അങ്ങനെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുക്കാം. എൻ്റെ കയ്യിൽ വേറെ ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ ഐപാഡ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കാം. ഈ ആരെന്ന ചെറുക്ക സമ്മതിക്കത്തില്ല. ഹായ്, ഞാനാണ് റിയോ, എന്റെ തിരക്ക് പെട്ടാണ്. ബെസ്റ്റ്. ഓക്കെ, ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 lakhന് അടുപ്പിച്ച് നമ്മുടെ സ്റ്റോറി വ്യൂസ് പോയിട്ടുണ്ട്. സോ അതിനകത്തെ ക്വസ്റ്റ്യൻസ് അത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് എല്ലാം ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്ത് നോർമലായിട്ട് പോവാം. ചിലപ്പോൾ ഞാനത് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നോർമൽ സാധാരണ രീതിയിൽ സംസാരിച്ചുകൊണ്ടൊക്കെ പോയി കളഞ്ഞിരിക്കും. തെറ്റിദ്ധരിക്കണ്ട, മനസ്സിലായില്ലേ? ഓക്കെ, കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു ഇൻട്രോ പറഞ്ഞു തുടങ്ങാം. ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടാവും എനിക്ക് യാതൊരു പിടിയുമില്ല. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. സോറി കേട്ടോ, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം, ഇതെന്തിട്ടാണ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടിരിക്കുക എന്നുള്ള അപേക്ഷയിൽ വേറടിക്ക് എന്നെ എനിക്ക് ഇതൊന്നും കാണണ്ട എന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക പ്ലീസ്. പിന്നെ ലാസ്റ്റ് തെറി പറയരുത്, ഇത്രയും ഡ്യൂറേഷനൊന്നും ചോദിക്കരുത്. എനിക്ക് പറയാനുള്ളതെല്ലാം അങ്ങ് കൊട്ടി തീർക്കാമെന്ന് കരുതി. സോ ഞാൻ ആദ്യം ബി നിറക്കുന്ന സമയത്ത് ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ ബി നിറങ്ങുന്ന സമയത്ത് ഞാൻ അത്ര ഓക്കെയും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല. കഴിഞ്ഞൊരു 2 വർഷം സമ്മതിക്കത്തില്ല എന്നെ വീഡിയോ എടുക്കാൻ, സമ്മതിക്കത്തില്ല. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ എന്റെ ഒരു ഓൾമോസ്റ്റ് ഞാനൊരു 70% എൻ്റെ ഒരു പഴയ ബാഗേജിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ആരാ എന്ന് ചോദിച്ചാൽ ഞാനൊരു മടിയുമില്ലാതെ പറയും,
അനുസരണശീലം വട്ടപൂജ്യം, കുരുത്തക്കേട് 100-ൽ 100 എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. മക്കളെ ഇവിടെ ഇരിയടാ പൊന്നെ. മക്കളെ കൂട്ടിയിടട്ടെ അമ്മച്ചി. ഈ പേടി നിന്റെ തല ഞാൻ ഇക്കളാക്കി തരാം. ഹായ് സുഖം, ഹായ് എന്തൊരു സുഖം, തല എന്തടി ഞൊരിഞ്ഞൊരായിരിക്കില്ല, ഞാൻ ഞൊരിഞ്ഞൊരായിരിക്കും. Okay, 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 okay. Calm down, calm down, calm down, calm down. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചിൽ, ഹായ് ഫൺ. ഇക്കളാവുന്നുണ്ടേ എനിക്ക്. സുഖം സുഖം സുഖം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ശിവൻ അങ്ങ് ഭയങ്കര അലമ്പ് കാണിക്കും. എനിക്ക് അറിയത്തില്ല ഈ ചെറുക്കൻ എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് 2 years ബാക്ക് ഞാൻ ബിബിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒട്ടും അങ്ങനെ ഓക്കെ ആയിരുന്നില്ല. ഒട്ടും ഓക്കെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഞാനതിപ്പോ പറയാ, എൻ്റെ ഉള്ളിൽ കുറെ ബാഗേജ് കിടപ്പുണ്ട്, എൻ്റെ ഉള്ളിൽ കുറെ ഗിൽറ്റ് ഉണ്ട്, എൻ്റെ ഉള്ളിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ കുറെ മെസ്ഡപ്പ് ആയിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ചിരുന്നത് എനിക്കിത് വലിയ പ്രശ്നമല്ല. കാരണം എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബിബിക്കകത്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എണ്ണിച്ച് ഓടിച്ചാടി ഒന്നുമില്ലാത്ത നടക്ക് ഞാൻ കാണിക്കുമല്ലോ, ഞാൻ അങ്ങനെ ചെയ്യലോ, ഞാൻ ഇങ്ങനെ ചെയ്യലോ. കാരണം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് അങ്ങനെ കേട്ടോ. ഇനി ഞാൻ കേന്ദ്രയിലേക്ക് പോകുന്നു എന്ന് പറയരുത്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഈ കടവൊക്കെ ആയിരുന്നത് കൊണ്ട് വഴക്ക്, ബഹളം, ആഴി, ഏട്, വേട്ട, കൊത്ത, അങ്ങനെ അടി വെട്ട കുത്തുമ്പോ ഇല്ലേലും വഴക്കും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഭയങ്കര സാധാരണമായിരുന്നു. അപ്പൊ ഇത് കണ്ടു വളർന്ന ഒരു വീഡിയോ ഇടയ്ക്ക് വെച്ചൊന്ന് കെട്ടായിപ്പോയി. ഇവനിവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ട് കിടത്തി ഉറക്കുക, ചേച്ചി പോകുന്ന പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി കട്ടില്ലാതെ നമുക്ക് എടുക്കാം. അവനെ ഞാൻ സമാധാനപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വളർന്നുകൊണ്ട് തന്നെ എൻ്റെ ഒരു വീക്ക്നെസ് അല്ല, എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ. അത് എനിക്ക് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും, എനിക്കില്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും എനിക്ക് മറ്റേ ഇല്ല, ഞാൻ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എനിക്കിത് എന്നെ യേശുന്നില്ല എന്ന് എനിക്ക് എന്നെ തന്നെ, ഞാൻ കരയും പിഴിയും അങ്ങനെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പല സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കും. പക്ഷേ എനിക്ക് അറിയാം ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ ഇപ്പം കരഞ്ഞാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എണീച്ചിരിക്കും. കാരണം ഇത് എന്തൊക്കെ കണ്ട് വളർന്നതാ എന്നുള്ളൊരു സെറ്റപ്പ് എനിക്കുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ ബിബിന്ന് ഇറങ്ങുന്ന സമയത്തും എനിക്ക് എന്നെ ഞാൻ തന്നെ പറഞ്ഞു പറ്റിച്ചതാണോ അതോ ഞാൻ എന്നെ തന്നെ കുറേ നാൾ ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രെയിൻ എന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നി എനിക്ക് വലിയ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഓക്കെ ആവും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് എന്നെ അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ 100 ദിവസത്തെ എൻ്റെ ബാഗേജ്, എൻ്റെ ട്രോമകൾ, എൻ്റെ അത് ഇത് അതിനകത്തുണ്ടായിരുന്ന അതൊന്നും എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിഷമം ഉണ്ടെങ്കിലും അത്ര സഹിക്കിടുന്ന രീതിയിൽ ഞാൻ ഇറങ്ങിയ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സൂയിസൈഡ് ചെയ്യും, കൊച്ചി ഇറങ്ങി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയ സമയത്തും എനിക്കിങ്ങനെ പലപ്പോഴും ഓക്കെ എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഓക്കെ അല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് അവിടെ ഒരു പെയിൻ. എന്തിനാ എനിക്ക് ആ പെയിൻ എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായ വിഷമം, സങ്കടം, ദേഷ്യം, ഞാൻ ഭയങ്കര ഇറിറ്റേറ്റ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് രാത്രി ഉറക്കമില്ല, എനിക്ക് ഭക്ഷണം നേരെ ചൊവ്വ എൻ്റെ പ്രോപ്പർ അല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക്, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞോണ്ട് ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലൈഫ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ എനിക്ക് അങ്ങ് തോന്നുക. പിന്നെ അത് പുറത്ത് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ വയ്യ, എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രോങ്, എനിക്ക് ആൾക്കാരെന്നോട് ജാസ്മിൻ സ്ട്രോങ് ആണ് എന്നുള്ളൊരു ലേബൽ എൻ്റെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ഞാൻ അത് പിന്നെ ആദ്യമൊക്കെ ഞാൻ അത് എൻജോയ് ചെയ്തെങ്കിലും പിന്നെ അതെനിക്കൊരു ബാധ്യതയായി തുടങ്ങി. ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി, ആം ഐ ദാറ്റ് സ്ട്രോങ്? ഞാൻ അത്രയും സ്ട്രോങ് ആണോ?
ഇങ്ങനെ സ്ട്രോങ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഭയങ്കര മോശ സൈഡ് എനിക്ക് ആൾക്കാരെ കാണിക്കാൻ എനിക്കൊരു മടി. ഞാൻ അങ്ങനെ കാണിച്ചാൽ ഞാൻ തോറ്റു പോകുന്നതൊക്കെ ഞാൻ, അല്ലെങ്കിൽ ഞാനങ്ങ് എല്ലാവരുടെയും മുമ്പിൽ ഞാനങ്ങ് അലന്നു പോവില്ലേ എന്നൊക്കെ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വീട്ടുകാരോടും ഞാൻ പറയാറുണ്ടായിരുന്നില്ല, ഞാൻ അത്തായോടോ ഉമ്മായോടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ഒരു മോശം സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെന്നോ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടെന്നോ എനിക്ക് അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ കോളുകൾ ഞാൻ എടുക്കാതിരിക്കും. ഞാൻ ആൾക്കാരെന്നെ വിളിച്ചാൽ എൻ്റെ കണ്ണു മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഫോൺ റിങ് ചെയ്യായിരിക്കും. ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, ഓക്കെ. എനിക്കത് എടുക്കാനും പറ്റുന്നില്ല. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ അതല്ലാതെ തന്നെ ആ സമയത്തും എനിക്കുണ്ടായിരുന്ന കുറേ പേഴ്സണൽ പ്രശ്നങ്ങൾ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുഞ്ഞിലത്തെ ട്രോമകൾ എന്നെ 1 by 1 ആയിട്ട് അടിക്കുകയാണ്. എനിക്കങ്ങനെ എൻ്റെ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിലെ എനിക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, അത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പം അതേപോലെ തന്നെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടതിൽ ഞാനൊരു 20% ആണ് പറയുന്നതെങ്കിൽ ബാക്കി 80% എൻ്റെ ഒരു പെൻഡിങ് ഉണ്ട്. അപ്പം ആ 80% കൂടെ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുക. അപ്പം ഇതെല്ലാം കൂടെ ഒരൊറ്റയടിക്ക് ട്രിഗറായി എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായി. എനിക്കിനി വ്ളോഗ് എടുക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇനി വീഡിയോ ചെയ്യണ്ട, കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സോഷ്യൽ മീഡിയ എനിക്ക് വേണ്ട, എൻ്റെ ലൈഫ് ഫുള്ള് ഇതായി, എനിക്കിനി സോഷ്യൽ മീഡിയ വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എങ്ങനെ മാമുണ്ണും എന്നും എനിക്ക് തോന്നും. അങ്ങനെ എല്ലാ സ്റ്റേജും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും പെണ്ണിന് ഭ്രാന്തായെന്ന് തോന്നുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കുറേ ഇമോഷൻസ് എനിക്ക് മൊത്തത്തിൽ മറ്റേ ലൈനായിട്ട് പറയാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി കിടക്കുന്നത് ഞാൻ കിട്ടുന്ന ഇങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് തോന്നി ഓക്കെ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മേ ബി ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയേക്കാം. അങ്ങനെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു. ഞാൻ എൻ്റെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. കുറേ സെഷൻ എടുത്തു. ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഏറെക്കുറെ ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ കറൻ്റ്ലി ഉള്ള പ്രോബ്ലംസും എൻ്റെ പാസ്റ്റിലുള്ള പ്രോബ്ലംസും എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്കതിൽ നിന്ന് റിലീഫ് കിട്ടിയെന്ന് ചോദിച്ചാൽ ടു ബി ഹോണസ്റ്റ് എനിക്കതിൽ നിന്ന് റിലീഫ് കിട്ടിയില്ല. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ ഒരാളെ ഞാൻ ഓൺലൈൻ വഴി ഞാൻ കൺസൾട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റേ ആളെ കൺസൾട്ട് ചെയ്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് തുടങ്ങണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാട്ടോ. അന്ന് എനിക്ക് ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് എടുക്കണം എന്ന് എന്നോട് കുറേ വട്ടം പറഞ്ഞു, ജാസ്മിൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക. പക്ഷെ എന്നോട് അന്ന് അവർ പറഞ്ഞു ജാസ്മിൻ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് എടുക്കണം, ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, ഉറപ്പായും കൺസൾട്ട് ചെയ്ത് അതിനുള്ള കോംവഴികൾ തേടുക എന്നുള്ളത്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര സൂപ്പറാന്ന്. പക്ഷേ ഞാൻ കാരണം ഒരാളുടെ ലൈഫിൽ അയാൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു, ഞാൻ ഒരാളെ അത്രയും സങ്കടപ്പെടുത്തി, ഞാൻ ഒരാളെ അത്രയും ബുദ്ധിമുട്ടിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കൊരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ ഗിൽറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ ആ എനിക്ക് ഗിൽറ്റ് ആയിരുന്നില്ല, എനിക്ക് ദേഷ്യമായിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തോ, എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ദേഷ്യം കിട്ടും. ഞാനുമായിട്ട് പ്രോബ്ലംസ് ഉള്ള എല്ലാ ആൾക്കാരെയും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഞാനുമായിട്ട് ഇപ്പോൾ നല്ലൊരു ടൈപ്പിലാണ്. എല്ലാവരും വീണ്ടും സംസാരിക്കും, നോട്ട് എപ്പോഴും സംസാരിക്കും, വിളിക്കും, വല്ലപ്പോഴും വിളിക്കും, വല്ലപ്പോഴും സംസാരിക്കും, ആണ്ടിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ. ഒരു ഇഷ്യൂ ഒന്നുമില്ല, എല്ലാം സോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കറൻറ്റ്ലി. അതെനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാം സോൾവ് ചെയ്തു. എല്ലാവരുമായിട്ടുള്ള എൻ്റെ പഴയ ഫ്രണ്ട്സ് ആവട്ടെ, ആരോ ആയിക്കോട്ടെ, എല്ലാവരുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തായിരുന്നു. അപ്പം അവരവരുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റും ഞാൻ എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റും ഏറ്റു പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് ഐ എം സോറി എന്നുള്ളൊരിതിൽ രണ്ടുപേരും പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ടും എനിക്ക് എന്നോട് തന്നെ ഒരിത്, ഞാൻ അങ്ങനെ ചെയ്തോ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നോ, ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തോ എന്നുള്ളതും എന്നെ ഒരു സൈഡിൽ അലട്ടിയിരുന്നു.
വേറൊരു സൈഡിൽ ദൈവമേ എനിക്ക് എൻ്റെ പാസ്റ്റിൽ ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് നന്നായിട്ട് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ഇത്രയും ട്രോമറ്റൈസ്ഡ് ആണോ എന്നുള്ളത്. ബിയിൽ എനിക്ക് ഇത്രയൊക്കെ സംഭവിച്ചല്ലോ, എൻ്റെ ക്യാരക്ടറിനെ വെറും ഒരു ഇതാക്കി കളഞ്ഞല്ലോ, എന്നെ ആൾക്കാർ പിച്ച് ചീന്തി കളഞ്ഞല്ലോ, ഞാൻ ഇത്രയും ഇങ്ങനെ ആണോ എന്നുള്ള ഒരിത്. പ്രസന്റ്ലി ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പ്രഷർ, മൈ ഗാഡ്, നമുക്കിത് പറയുമ്പം ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണും. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മൾ എന്തിനാ, ഞാൻ ചില സമയത്ത് ഭയങ്കര ഹാപ്പിയായിട്ട് ഞാനിങ്ങനെ ചിരിച്ച ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ മൂഡ് സ്വിച്ചായി ഞാൻ ഇങ്ങനെ ചത്തണക്കിരിക്കും. എനിക്ക് എന്തിന് ചെയ്യണം, എന്ത് പറയണം, എനിക്കതിനെ വാക്കുകളോണ്ട് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ പോയി. ഞാൻ കരഞ്ഞ് പിഴഞ്ഞ് ഒരക്കമില്ലാതെ ഞാൻ അങ്ങനെ കുറേ നാൾ കടന്നുപോയി. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കഴിഞ്ഞ ഒരു 2 വർഷം. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര പുറത്ത് പ്രിറ്റൻഡ് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ലേഡിയാണെന്ന് കാണിച്ചാലും ഗൈസ് ഞാൻ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. ബട്ട് എനിക്ക് സ്ട്രോങ് ആവാൻ പറ്റും. ഞാൻ വിചാരിച്ച് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്ത് സെറ്റാക്കാൻ എനിക്ക് സമയം വേണം. പക്ഷെ മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഒരിക്കലും ഞാൻ ചിന്തിക്കുക, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, എൻ്റെ കഴിഞ്ഞു പോയ കാര്യം എൻ്റെ ലൈഫിൽ ഇത്രയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ജീവിതത്തിൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കിത് മൊത്തവും വന്നടിച്ചത്. അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും കേട്ടോ. സോ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് ഡെഡായി, കുറച്ച് ഇതായിരുന്നത്. ഞാൻ കുറേ സഫർ ചെയ്തു ഗൈസ്, ഞാൻ കുറേ വിഷമിച്ചു, ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ ഞാൻ വന്നല്ലോ, ഇപ്പം ഞാൻ വന്നല്ലോ. അതെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, തന്നെ റിപ്പീറ്റ് ചോദിച്ചവരുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ആൻസർ ചെയ്ത് പോവാം. ഫസ്റ്റ് തന്നെ ചോദ്യം, ആർ യു ഹാപ്പി ജാസു? ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ അത്ര ഓക്കെ അല്ല, പക്ഷേ ഞാൻ ഓക്കെ ആണ്. അതാണ് എനിക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ ഏജ് ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. എനിക്ക് ശരിക്കും ഇപ്പം എത്ര വയസ്സായെന്ന് എൻ്റെ ഉള്ളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ഉമ്മച്ചി, ഞാൻ ജിയോമോണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്ന് ഞാനൊരു ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. ഷീബ ടീച്ചർ എന്നായിരുന്നു ടീച്ചറിൻ്റെ പേര്. അപ്പം ഞാൻ അവിടെ പോകാൻ നേരത്ത് ഞാൻ കിട്ടിപ്പാവടേക്ക് ഇങ്ങനെ ആടി കൂട്ടുകാരുടെ തല്ലും ഉണ്ടാക്കി ആ പിള്ളേരെ മുട്ടായും തട്ടിപ്പറിച്ച് തിന്ന് ഞാനിങ്ങനെ ആടി വരാൻ നേരത്ത് ഉമ്മച്ചി ഒരു കല്ലിൻ്റെ അവിടെ 3-4 കല്ല് കൂട്ടിയിട്ടുണ്ട്, റോഡ് സൈഡിലാണ്. അവിടെ ഉമ്മച്ചി ഇങ്ങനെ വന്ന് കാത്തിരിക്കും. കുറേ മിച്ചറോ ചിപ്സോ ചായയൊക്കെ ആയിട്ട്. എന്തെങ്കിലും വൈകിട്ട് സ്കൂൾ വിട്ട് വരുവാണല്ലോ, വിശക്കുമല്ലോ. എനിക്കത് കഴിഞ്ഞ് സന്ധ്യ സമയത്താണ് വീട്ടിൽ പോകുന്നത്. അപ്പം എന്തെങ്കിലും തിന്നെടുത്തും പറഞ്ഞ് കൊണ്ടുവന്ന് ഞാനിങ്ങനെ മിച്ചറും അതും ഇതൊക്കെ തിന്നുന്നത് എനിക്കിപ്പോഴും ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മൂവണായിട്ടില്ല. പോട്ടെ, ഞാൻ അത്രയ്ക്ക് അങ്ങ് തള്ളി മറിക്കുന്നില്ലെങ്കിലും എൻ്റെ ഒരു 18-20 വയസ്സിൽ നിന്ന് ഞാൻ അങ്ങോട്ട് മൂവ് ആയിട്ടില്ല. പക്ഷെ സുഹൃത്തുക്കളെ, എനിക്ക് പ്രായം 25 കഴിഞ്ഞു. എനിക്ക് ഈ വർഷം 26 ആകാൻ പോകുന്നു. ചർമ്മം കണ്ടാൽ പ്രായം പറയുന്നത് കൊണ്ട് തന്നെ. പിന്നെ വി ലവ് യു ചേച്ചി, ബി ലൈക്ക് യു ചേച്ചി, ദാറ്റ്സ് ഓൾ വി വാണ്ട് എന്നും പറഞ്ഞൊരു കൊച്ചിട്ടുണ്ട്. എന്നോട് കുറേ പേര് ഇതിനകത്ത് ഒരുപാട് മെസ്സേജ് വന്നേക്കുന്നത്, ജാസ്മിൻ ഞങ്ങൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിന്റെ പഴയ കളി ചിരി തമാശയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാരഗ്രാഫായിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്, ഓരോരുത്തരും ഓരോന്നിട്ട് ഞാൻ കൂട്ടിച്ചേർത്തങ്ങ് പറയാം. പിന്നെ എല്ലാ രീതിയിലും എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇമോഷണലി മനസ്സിലാക്കി എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. എൻ്റെ ഒരു ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടില്ലെങ്കിൽ എന്താ ജാസ്മിൻ സ്റ്റോറി ഇടാത്തത്, നീ ഓക്കെ ആണോ, നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കറിയാം. എനിക്ക് അവരോടൊക്കെ ലവ് യു. എന്നെ ഇത്രയും സ്നേഹിച്ച് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എന്നെ നിങ്ങളുടെ വീട്ടിലെ ചിലരൊക്കെ ചില ഉമ്മമാരൊക്കെ എന്നെ കാണുമ്പോഴല്ലോ, അയ്യോ എനിക്കെൻ്റെ മോളെ പോലാ, എനിക്ക് എൻ്റെ വീട്ടിലെ കൊച്ചിനെ പോലാ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം വരും കേട്ടോ. എനിക്ക് ഉമ്മ എനിക്ക് ഭയങ്കര നല്ല പറയുന്നത്. എനിക്ക് ശരിക്കും എൻ്റെ ഉള്ളിൽ എനിക്ക് എന്നെ അവർ
സൂപ്പറാ എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ എനിക്ക് സന്തോഷം വരും. അവരുടെ ഒരു മോളെ പോലെ എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും അവർ എൻ്റെ മാത്രം വ്ളോഗും വീഡിയോസും ഒന്നും ആയിരിക്കത്തില്ല കാണുന്നത്. പക്ഷെ അതിനകത്ത് അവരെന്നെ അങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മോളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര സന്തോഷമാവാറുണ്ട്. അപ്പം അതേപോലെ കുറേ മെസ്സേജുകളുണ്ട്. ജാസ്മിൻ ഓക്കെ ആണോ, ജാസ്മിന് സുഖമാണോ, ജാസ്മിൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ജാസ്മിൻ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട, ജാസ്മിൻ ഹാപ്പി ആയിരുന്നാൽ മതി, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. പിന്നെ അടുത്ത് വന്നൊരു സാധനമാണ്, ഇത് സത്യം പറഞ്ഞാൽ ആ ഇംഗ്ലീഷ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ സംഭവം ഇതാണ്. എൻ്റെ ബിഗ് ബോസിലെ ദേഷ്യം ഫൈറ്റൊക്കെ കണ്ടിട്ട് എന്നോട് ടോട്ടൽ ക്രഷായി ഞാൻ ഫ്ലാറ്റ് ആയിടാന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ബിഗ് ബോസിലെ ദേഷ്യം നിങ്ങൾ കണ്ട എൻ്റെ ബിഗ് ബോസിലെ ദേഷ്യം കള്ളമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ആ ബിഗ് ബോസിൽ എൻ്റെ കണ്ട ഭ്രാന്ത് തന്നെ. അതിന് കുറച്ചും കൂടെ മൂപ്പാണെങ്കിലേ ഉള്ളൂ എനിക്ക്. ഇപ്പം എനിക്ക് അത്രയും ദേഷ്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര പാവമാണെങ്കിൽ എനിക്ക് തോന്നും. പണ്ടൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴക്കിന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാനിങ്ങനെ ഒട്ടിച്ചോണ്ട് എന്നെ പറയാനോ എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. എൻ്റെ ഡാഡിയുടെ ചോരയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ഇപ്പം ഞാൻ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു മാറാൻ പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനതിനെ അയ്യോ എല്ലാം എൻ്റെ തലയിലിട്ടോ എന്ന് പറഞ്ഞ് മാറുമെന്നല്ല, ഞാൻ അതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഇപ്പം ഒരു കാര്യമില്ല, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കിടന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ട് എൻ്റെ അടുത്ത് കിടന്ന് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ അതിന് ഞാൻ ഉത്തരം കൊടുക്കാൻ അവർ ഉറപ്പിയല്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എവിടെയോ കയറി പറ്റി എന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കി കളഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അടിത്തിമിർക്കും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കും. ഞാനത് പറയണ്ടായിരുന്നു, ഞാനിത് പറയണ്ടായിരുന്നു, ഞാൻ ഇത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു എന്നൊരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ കുറേയൊക്കെ ഞാൻ ആങ്കർ മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പകരം ഷോയില്ലേ. ഓക്കെ, ഇനി അടുത്തത് ഇസ് ഓഫ് കോഴ്സ് ഓൾഡ് യു ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് ദാറ്റ്. പിന്നെ എനിക്ക് വരുന്ന കമൻസ് ആണ് ജാസ്മിൻ പഴയ ജാസ്മിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, ഇപ്പം ജാസ്മിനെ കാണാൻ കൊള്ളത്തില്ല എന്നും പറഞ്ഞിട്ട്. ഓക്കെ, പഴയ എന്നെ കാണാൻ കുറച്ചുകൂടെ ചബ്ബിയായിരുന്നേ. അപ്പോൾ പിന്നെ പഴയ എനിക്ക് തന്നെ അറിയാം, പഴയ എനിക്ക് കുറച്ചും കൂടെ ഒരു ഞാൻ മുന്നും പിന്നെ നോക്കത്തില്ല, എനിക്ക് ആരെയും നോക്കണ്ട, ഞാൻ അങ്ങ് നിൽക്കും. ഒരു ഒട്ടും ഫിൽറ്റേർഡ് ആയിരുന്നില്ല ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് കുറേയൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനിയിപ്പോൾ പഴയ ആ ഒരു ഇന്നസെൻസ്, ആ ഒരു പഴയ സോഫ്റ്റ് ഗേൾ എറയൊന്നും ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം. പിന്നെ എനിക്ക് അന്നും ഇന്നും എനിക്കുള്ള കുറേ അലമ്പ് സാധനങ്ങളൊന്നും എനിക്കുണ്ട്. മാനേഴ്സ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളോട് പെരുമാറുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ കാണുന്നൊരു ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൻ്റെ ഒരു കീലത്തരം മനസ്സിലാവുന്നില്ലേ, എനിക്കുണ്ട്. പിന്നെ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എൻ്റെ ലുക്കിനെ ആയിരിക്കാം, ആണേലും അല്ലെങ്കിൽ എനിക്ക്. പിന്നെ എനിക്ക് കമൻസ് വരാറുണ്ട് പണ്ട് കാണാനുള്ള. അപ്പം എനിക്ക് കുറച്ചുകൂടെ ചബ്ബിയായിരുന്നു, എൻ്റെ മുഖത്തിന് കുറച്ചുകൂടെ വണ്ണോടായിരുന്നു. ഞാൻ ഇങ്ങനെ ഷാൾ ഇടുമ്പം എനിക്ക് അതിപ്പോൾ വരുന്നില്ല. എൻ്റെ ഇവിടെ രണ്ട് തുടുത്ത ഇവിടെയും വന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. എനിക്കിപ്പോൾ അത്രയും വണ്ണമില്ല. നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ ഒരുപാട് മെലിഞ്ഞ് ഒരു പരുവായി. പക്ഷെ ഞാൻ 2-3 ദിവസം ഇരുന്ന് തിന്നാൽ ഞാൻ വണ്ണം വെക്കും. അതേപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഒന്ന് വിഷമിച്ചൊരു മനസ്സമാധാനം ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഒഴിയും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ ബോഡി മെലിയും വണ്ണം വെക്കും മെലിയും, അങ്ങനെ ഒരു സാധനം എനിക്കുണ്ട് കേട്ടോ. പിന്നെ പഴയ പോലെ വ്ളോഗും അങ്ങനെ റെഗുലർ അല്ല, പഴയ പോലെ ഷോർട്സ് ഇടുന്നില്ല, മിസ് ദാറ്റ് വേർഷൻ ഓഫ് ജാസ്മിൻ. ഞാനിപ്പം ഷോർട്സ് പണ്ട് നമ്മളൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മിക്സ്ഡ് ചാലഞ്ചൊക്കെ ചെയ്ത് ഓർക്കണുണ്ടോ? പണ്ട് ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ ഈ വട്ടം ഞാൻ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഷെഡാ നമുക്ക് അതൊക്കെ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ. പിന്നെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടോ അത് തന്നെ പിടിക്കേണ്ട വേറെ എന്തെങ്കിലും നോക്കാമെന്ന്. പക്ഷെ എനിക്കെന്തോ അത് ചെയ്യാനൊരു എൻ്റെ മെയിൻ ഒരു സാധനം ലിപ്സ്റ്റിക് ആയിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ചെയ്താലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഖത്ത് ഡോട്ട് ഇടുക, ലിപ്സ്റ്റിക്ക് 100 layers ഇടുക, ചുണ്ടിൽ മൂക്കിൽ ഫെവിക്യൂ. ഞാൻ അങ്ങനെ ഹാക്കിൻ്റെ കുറേ പരിപാടികളായിരുന്നു എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ അതൊക്കെ വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു പഴയ വേർഷനിലോട്ട് ഞാൻ തിരിച്ചു വരാം. വ്ളോഗുകൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കിടുകിടുകിടുകിടുകിടുകിട സംസാരിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. അതാണ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോസ് അങ്ങനെ ചെയ്യാത്തത്. ഇവിടെ പിന്നെ മടി, പിന്നെ വിഷമം, അങ്ങനെ ആരേ ഹാപ്പി നോ. അയ്യോ പോയടാ അത് പോയടാ. ഹൗ ഡിഡ് യു ഹാൻഡിൽ ഓൾ ദ ബാക്ക് സ്റ്റാബിങ്, ലോൺലെസ് ആൻഡ് നെഗറ്റിവിറ്റി? അതൊക്കെയാണ് കേട്ടോ ശരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കറിയത്തില്ല, എനിക്കത് ഉത്തരം തരാൻ ഉള്ള ഇതില്ല.
ഒറ്റപ്പെടൽ എന്ന് പറയാൻ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സർക്കിൾ എൻ്റെ വളരെ ചെറിയ സർക്കിളാണ്. എൻ്റെ വളരെ ചെറിയ സർക്കിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ചെറിയ സർക്കിളാണ്. ഞാൻ എല്ലാവരോടും മിണ്ടും കേട്ടോ. ഞാൻ ആരോടും പരിഭവം പിണക്കവും ഒന്നും ഞാൻ കാണിച്ചു നിൽക്കത്തില്ല. ഞാൻ എല്ലാവരോടും മിണ്ടും. പക്ഷേ എൻ്റെ ഒരു സർക്കിളിനകത്തല്ലാതെ എനിക്കിപ്പോൾ അങ്ങനെ അധികം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു പരിപാടി പോയി, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും ഓൺലൈൻ മീഡിയയിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ മുഖം ഇങ്ങനെ ഡള്ളാവുന്നു. നിങ്ങൾക്ക് ചിലർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ജാസ്മിൻ തോറ്റി, ജാസ്മിൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തീർന്നു, എനിക്ക് എങ്ങനെയും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ടേലും മാറണം. ഞാൻ ഒരു 10 പേരുടെ ഇടയിൽ നിന്ന് ഞാനിങ്ങനെ എൻ്റെ ഇപ്പം ഞാൻ സായി, സിജോ, ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിനെ തന്നെ എടുക്കുവാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഉൾവലിയണം. എനിക്കിങ്ങനെ കുറേ നേരം ഞാൻ ഇങ്ങനെ ചിരിച്ചെന്നാലും എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാൻ വിയർക്കുക, എൻ്റെ കൈ വിറയ്ക്കുക, എനിക്കിങ്ങനെ പെട്ടെന്ന് നെഞ്ചിടിക്കുക, എനിക്കങ്ങ് ബോഡിയിൽ എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് അല്ല, എനിക്ക് വെയിറ്റ് ഇല്ലായ്മയായിട്ട് ഞാൻ അങ്ങ് എന്തോ ഇങ്ങനൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഇങ്ങനൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ സ്പേസിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഓടി മാറി ഞാൻ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കും. എനിക്ക് അങ്ങനെ ഇരുന്നാലേ എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകൊണ്ട് എനിക്ക് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഇങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. അപ്പോൾ എന്നാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെയും വേണം, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് ഇരുന്നാൽ എനിക്ക് ആരെങ്കിലും വേണം. ഇങ്ങനെയുള്ള ഒരു, ഞാൻ പറഞ്ഞില്ലേ, കുറേ കൺഫ്യൂഷൻസ്, കുറേ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയൊക്കെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് തന്നെ ഭയങ്കരമായിട്ട് കൊളാപ്സ് ചെയ്തു. അപ്പം കുഴപ്പമില്ല. ഇപ്പം ഞാൻ കറൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയണം, കറൻ്റ്ലി ഞാൻ ബെറ്റർ ആയിട്ട് ഞാൻ ഒരുപാട് വൃത്തിക്ക് ഞാൻ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് എന്നെ കൊണ്ടൊട്ടും പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ സർക്കിളിലുള്ള എല്ലാവരും എന്നെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിഷമങ്ങൾ മാറ്റാൻ, എൻ്റെ കൂടെ ഇരിക്കാൻ, എല്ലാത്തിനും അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സ്റ്റാബിങ്ങിനെ പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും, ബാക്ക് സ്റ്റാബിങ്ങിനെ ഞാൻ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ബാക്ക് സ്റ്റാബിങ് ചെയ്യാത്ത ഒരു വട്ടമെങ്കിലും നമ്മൾ ആരെയെങ്കിലും നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള നമ്മൾ ആരെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. ഇതൊരു ഗ്ലോറിഫൈങ് ആയിട്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അല്ലെന്നോ മേ ബി, എനിക്കറിയില്ല. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ആരെയും ഒരു തരത്തിലും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഞാൻ ആരെയും ഒരു തരത്തിലും ചതിച്ചിട്ടില്ല, ഞാൻ ആരെയും ഒരു തരത്തിലും വഞ്ചിക്കാത്ത, ഞാൻ അത്രയും പുണ്യവതിയാണെന്ന് കരുതിയിരുന്നൊരു സമയത്ത്. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഞാൻ ദേഷ്യപ്പെടും ബഹളം വെക്കും, പക്ഷേ ഞാൻ ഭയങ്കര ജെന്യുവിനാണ്. ഞാൻ ആരെയും ചതിക്കില്ല, ഞാൻ ആരെയും വഞ്ചിക്കില്ല, ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, അങ്ങനെയൊക്കെ ഞാൻ ദേഷ്യപ്പെടില്ല, ഞാൻ ആരോടും വിഷമിപ്പിക്കില്ല, ഞാൻ ആരെയും അത്രയും ഹേർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുമ്പോൾ ഹേർട്ട് ചെയ്യുന്നില്ല, അവരെ പുറകിൽ നിന്ന് ഞാൻ അവരെ ഹേർട്ട് ചെയ്യില്ല, അവരെ നൊന്ത് കിഴിക്കാൻ വേണ്ടി ഞാൻ അവരെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ എൻ്റെ കയ്യിൽ നിന്നും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്ത ആൾക്കാർ എന്നോട് പൊറുക്കുമ്പോൾ എന്നോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് എനിക്ക് പൊറുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നോട് എന്നും പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്ത ആൾക്കാരോടാണെങ്കിലും എന്നോട് തെറ്റ് ചെയ്ത ആൾക്കാരോടാണെങ്കിലും പഴയ ഒട്ടണ്ട. ബട്ട് സ്റ്റിൽ നമുക്ക് ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാം. പിന്നെ എനിക്കൊരു സമാധാനം കാണത്തില്ല കേട്ടോ. ഞാൻ ആരോടെങ്കിലും മിണ്ടാതായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമോ സന്തോഷമോ എനിക്കതൊന്നും കാണത്തില്ല. അപ്പം ഞാൻ എല്ലാവരോടും ഒരു ചെറിയൊരു അടുപ്പെങ്കിലും ഞാൻ വെക്കും. ഞാൻ ഹായ് ഹലോ പറയാനുള്ള ബന്ധമെങ്കിലും ഞാൻ വെക്കും. എനിക്കല്ലാതെ എനിക്കൊരു സമാധാനം കാണത്തില്ല. പിന്നെ അവിടെ ഒരു പുണ്യവതി പറയണ്ട, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഡാഡിയുടെ നിന്ന് കിട്ടിയതാണ് അതെനിക്ക്. നെഗറ്റിവിറ്റീസ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർട്ട് ഓഫ് ഗെയിം. പിന്നെ എൻ്റെ ട്രാവൽ വ്ളോഗുകൾ മിസ് ചെയ്യുന്നുണ്ട്, ഗബ്രി ആയിട്ടുള്ള ട്രാവൽ വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഒരു ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ നടന്നില്ല. പക്ഷേ ഞാനൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ മാസം, ഇനി വയ്യ, ഞാൻ പറഞ്ഞ നടക്കത്തില്ലെന്ന് തോന്നുന്നു. സോ ഞാൻ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ പറയണ്ട. ഓക്കെ, ഇഫ് യു ആർ ഹാപ്പി വിത്ത് യുവർ ന്യൂ വേർഷൻ ലെറ്റ് ഇറ്റ് ബി, ഡോണ്ട് ചേഞ്ച് ഫോർ അതേഴ്സ്. ഞാൻ ഹാപ്പി ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ വേർഷനിൽ എനിക്ക് എൻ്റെ പഴയ ഒരു കളി ചിരി, ഞാൻ ഭയങ്കര ജിൽജിലായിരുന്നു. നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ, എന്നെ അടുത്തറിയാവുന്നവർക്കും
എൻ്റെ വ്ളോഗ്സൊക്കെ നോക്കുമ്പോൾ അറിയാം ഞാൻ ഭയങ്കര ചിൽ നടക്കുന്നൊരു പെങ്കൊച്ചായിരുന്നു. അപ്പം അതിൽ നിന്ന് ഞാൻ കുറേ മാറി. എനിക്ക് അങ്ങനെ ഒരു മാറ്റം വേണ്ട. പിന്നെ എനിക്കിപ്പോൾ ഈ വിഷമിച്ചിരിക്കുന്നത്, പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണ്ട് എന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ ഞൊടി ഇണയ്ക്കുള്ളിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഓടുന്നവളായിരുന്നു. ഇപ്പം എനിക്ക് ആ ഞൊടി ഇണയ്ക്കുള്ളിൽ എഴുന്നേറ്റ് നിന്ന് ഓടാനുള്ള കഴിവ് ഇവിടെ നഷ്ടപ്പെട്ടു. അപ്പം അതൊന്നും എനിക്ക് പറ്റത്തില്ല. A reminder, every answer you give will have to a huge impact on social media. Answer the question carefully. എനിക്കറിയാതെ ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണോ ആൻസർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫിൽറ്റർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇതെനിക്ക് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ആ ഒരു ഹെവി ഫീലിംഗ് എനിക്ക് കുറയുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് പോവാം. ഇതിനെ ഇനി വളച്ചൊടിക്കാനും ഇതിൻ്റെ മണ്ടയിൽ അർത്ഥങ്ങൾ കണ്ടെത്താനും സ്റ്റോറി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ വേർഷൻ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാക്കി സ്റ്റോറി ഉണ്ടാക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതിലെനിക്ക് കയ്യുമില്ല, കണ്ണുമില്ല, കാതുമില്ല. വാട്ട്സ് യുവർ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്? എൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ജാസ്മിൻ പഠിക്കാൻ പോകൂടെ, ജാസ്മിന് എന്തെങ്കിലും ചെയ്തുകൂടെ, ജാസ്മിൻ അത് ചെയ്തുകൂടെ, ജാസ്മിൻ ഇത് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. ഇപ്പം ഞാനൊരു കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ പ്രൊമോഷൻസ് മാത്രം ചെയ്യുന്നതിലല്ല, ഞാൻ എൻ്റെ മുമ്പ് ഞാൻ ചെയ്തിരുന്ന എൻ്റെ വ്ളോഗുകളിൽ, ഞാൻ അതിൻ്റെ ഇടയിലൂടെ ചെയ്തിരുന്ന പ്രൊമോഷൻസുകളിൽ, എൻ്റെ ഷോർട്സുകളിൽ, എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതിൽ നിന്ന് അത്യാവശ്യത്തിൽ നല്ല മോണിറ്ററി ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ജീവിച്ചു പോകാനുള്ളതും എൻ്റെ കുടുംബത്തെ നോക്കാനുള്ളതും രീതിയിലുള്ളതെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രം. അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. മാഷാഅല്ലാ, അൽഹംദുലില്ലാ, പഠിച്ചോനെ കണ്ണൊന്നും വെക്കല്ലേ, അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. അപ്പം എനിക്കൊരു പഠിത്തത്തിലേക്ക് എനിക്കിനി ഒരു ഡിഗ്രി ചെയ്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കിപ്പോൾ ഡിഗ്രി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഡിഗ്രി എടുത്ത് പഠിക്കാൻ എനിക്ക് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എനിക്കത് ഞാൻ ചുമ്മാ ഒരു പേരിനൊരു ഡിഗ്രി എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഞാൻ പഠിക്കുകയും ചെയ്യാതെ ഞാനൊന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ അലിസാ കുലിസാന്ന് നടന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഇപ്പം ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. പിന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇൻഷാല്ലാ നോക്കട്ടെ. അത് ഇപ്പോഴേ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് എനിക്കൊന്നും തുടങ്ങാൻ വയ്യ. പിന്നെ എല്ലാവരും നോർമലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലോട്ടും ഇപ്പം എനിക്ക് അതൊന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് പിടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനിയിപ്പോൾ വെറൈറ്റി ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാവരും ചെയ്യുന്ന നോർമലായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ സ്റ്റിൽ ഞാൻ കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് പിന്നെ പൈസകൾ ചുരുക്കൂട്ടി അങ്ങനെ ഒരു പരിപാടി എന്തെങ്കിലും പിടിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ന്യൂ ജാസ്മിൻ ഈസ് ഗുഡ് ദാൻ ഓൾഡ് വൺ, ഓൺലി ചേഞ്ച് ടു ബി ആക്റ്റീവ്. അതാണ് എനിക്ക് എൻ്റെ ഇത്. ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നല്ലോ, അതെനിക്കിപ്പോൾ ഇല്ല. അതാണ് എനിക്കും വേണ്ടുന്നത്. കറക്റ്റ് ആട്ടോ, നൈസായിട്ടത് പറഞ്ഞു. ചേച്ചി എങ്ങനെയാ ഗബ്രി ചേട്ടൻ്റെ കൂടെ ട്രിപ്പ് പോകാനൊക്കെ വീട്ടിൽ കൺവിൻസ് ചെയ്ത്? ചേച്ചി DM-ൽ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ ഗബ്രിയുടെ കൂടെ മാത്രമല്ല, ഞാൻ അർജുൻ, ആനന്ദ്, ആൽവിൻ, ഞങ്ങൾ പോവാറുണ്ട്, വരാറുണ്ട്. എൻ്റെ ഒരു സർക്കിൾ ഞാൻ എവിടേക്കോ കണ്ടുകൊണ്ട് ഇവക്ക് പെണ്ണുങ്ങളാരും കൂട്ടുകാരില്ലോ, ഇവക്ക് മൊത്തം ആണുങ്ങളോ ഇങ്ങോട്ട് പോയിപ്പോളന്ന്. എനിക്ക് എൻ്റെ കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഞാൻ പറയുന്നത് ഈ ഇങ്ങോട്ട് വന്നേ എൻ്റെ ഈ ഒരു കൈവിരലിൽ ഒതുക്കാൻ പറ്റുന്ന ഫ്രണ്ട്സും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ എങ്ങനെ വാല്യൂ ചെയ്യുന്നുണ്ടോ അതുപോലെ എൻ്റെ വീട്ടുകാർ വാല്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ സേഫ് ആണെന്ന് തോന്നുവാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഒരാൾ എന്നെ പുറത്തുവിടില്ലായിരുന്നു, എന്നെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ കൊണ്ടുനടന്നത് അതിൻ്റെ അത്താ. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിറക് വിടർത്തി പടർന്നാൽ മാത്രമേ എനിക്കൊരു ജീവിതമുള്ളൂ. എനിക്ക് ചിറക് വിടർത്തി പറക്കണം. ഞാനിങ്ങനെ പറക്കാതെ പൂട്ടിക്കെട്ടി വീട്ടിയിരുന്നാൽ മതിയോ? പോരാ. അപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ട്രാവൽ ചെയ്തു. ഞാൻ ഗബ്രിയും ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഞാനും അവനും ഉള്ള കോണ്ടന്റ് കുറച്ചും കൂടെ റീച്ച് ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു. എൻ്റെ വീട്ടുകാർക്ക് അന്നൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ആനന്ദു, ആൽവിൻ, അർജുൻ ഇവന്മാരും എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. അപ്പം ഇവന്മാരുമായിട്ടും ഞാൻ എവിടെയൊക്കെ പോകാറുണ്ട്. പക്ഷെ ഞാനത് വ്ളോഗായിട്ട് എവിടെ എടുത്തിട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇവന്മാര് വ്ളോഗൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആനന്ദിനൊക്കെ ഭയങ്കര നാണോ, ആനന്ദിനെയൊക്കെ ഞാൻ പെണ്ണ് കാണാൻ കൊണ്ടിരുത്തിയേക്കുന്നതൊക്കെ ആനന്ദിൻ്റെയൊക്കെ നാണോ, ആനന്ദും വാ തുറക്കത്തില്ല. അപ്പം അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പെണ്ണുങ്ങൾ ഫ്രണ്ട്സിലെന്ന് ചോദിച്ചാൽ എനിക്ക്
നുള്ളി പറക്കാൻ 1 2 3 ഉണ്ട്. അവള് മാർക്കും നാണോ. പിന്നെ മാളുവിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മാളു എൻ്റെ കസിനാണ്. എൻ്റെ കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് മാളു നിൻ്റെ ആരാ, മാളു എൻ്റെ കസിനാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ. Yeah bro, need some more energetic jazz, so more videos, not PR, daily life etc. മനസ്സിലായി. ഞാൻ PR എനിക്ക് പ്രൊമോഷൻസ് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലും തോന്നും കേട്ടോ, ഞാൻ ഇത്രയും പ്രൊമോഷൻസ് ചെയ്താൽ ആൾക്കാർക്ക് ബോറടിക്കും, ആൾക്കാർ ഇതാവും. പിന്നെ മനസ്സിലായില്ലേ, വേണ്ട. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു ഐഫോൺ വാങ്ങി തരുമോ ഹസ്ബൻഡ് സർപ്രൈസ് കൊടുക്കാനാ? അതെന്തൊരു വർത്താനമാ ഷിഫ്ന. ഞാൻ ഷിഫ്നയുടെ ഹസ്ബൻഡിന് or nude doesn't matter, all of us want you to be happy, more focused and success. ജബ്രി ഷിപ്രി എന്നാണ് മെസ്സേജ്. ഇത്ര കോൺഫിഡന്റ് ആയ എങ്ങനെയാ ചേച്ചി ലൈഫിൽ ഇരിക്കുന്ന? മോനെ അഭിനയവാ, ഉള്ളത് പറയല്ല. കൊറേ അഭിനയവാ, കൊറേ നമ്മളങ്ങ് കാണിക്കുന്നതാ. ഞാൻ സ്ട്രോങ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ലേബിൾ കിട്ടിയതിന് ശേഷം എനിക്ക് കൂട്ട് സമാധാനത്തിൽ പൊതുമധ്യത്തിൽ മുമ്പിൽ എനിക്ക് എൻ്റെ മുഖം മാറരുത്, സ്ട്രോങ് ആണ് ഞാൻ. കുറേയൊക്കെ നമ്മൾ പ്രിട്ടൻഡ് ചെയ്യുന്നത് അതാക്കടോ. ഞാൻ അത്ര അടിപൊളി സ്ട്രോങ് ഒന്നുമല്ല. ഇനിയെങ്കിലും എനിക്ക് സത്യം ലോകത്തോട് വിളിച്ചു പറയണം, ഞാൻ അത്രയും സ്ട്രോങ് അല്ല ഗൈസ്. എനിക്ക് വിഷമങ്ങളുണ്ട്. ഇനി കുറേ ക്വസ്റ്റ്യൻ വരുന്നതാണ് എൻ്റെ കല്യാണത്തെ പറ്റി. എൻ്റെ കല്യാണത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിപ്പം എന്താ ഒരു ദാമ്പത്യം. എനിക്ക് നീ ഇടയ്ക്കൊരു മെസ്സേജ് വന്നതാണ്, നീ അവിടെ പട്ടിയെ നോക്കി ജീവിച്ചോടി, നിനക്ക് കുറ്റങ്ങളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻബോക്സിലൊരു മെസ്സേജ് വന്നതാ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 10 കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാൻ നേരത്തെ എൻ്റെ മാമായും മാമി ഇങ്ങനെ ഭയങ്കര സീരിയസ് കോൺവെർസേഷനിൽ നിൽക്കുവാണ്. ചിന്നു നീ സയൻസ് എടുക്കുന്നോ അതോ നീ കൊമേഴ്സ് എടുക്കുന്നോ, നിനക്ക് എന്താണ് എടുക്കാൻ താല്പര്യം? അങ്ങനെ മാമി ഇരുന്നൊരു അഭിപ്രായം പറയുന്നു, മാമ വേറെ അഭിപ്രായം പറയുന്നു. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ പോട്ടെ, മാമി പറയാം പോട്ടെ, ചിന്നുനോട് ചോദിക്കാം, ചിന്നു മോളെ നിനക്ക് എന്തുവാ പഠിക്കണ്ടേ, നിനക്ക് എന്തുവാ ചെയ്യണ്ടേ? മാമി എനിക്ക് കല്യാണം കഴിച്ചാൽ മതി മാമി എന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. ദാറ്റ്സ് ഓൾ യുവർ ഓർഡർ. എനിക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നിയിരുന്നു, ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിച്ച് എനിക്ക് മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ചേർന്ന ഒരാളെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും ഇനി കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ സിംഗിളാണോ? ഞാൻ സിംഗിളാണ്. എന്നൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗിളാണ്. ഈ കരളി ഒരു കമ്മിറ്റഡ് ഇത് തന്നെ ഉണ്ട് കേട്ടോ, ഒരു 10 അല്ല, അതിനപ്പുറം ഉണ്ട്. Prioritize anyone other than your family and take care of yourself. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ആൾക്കാരെ ഭയങ്കരമായി പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്നെ അത്രയും പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. ഞാൻ എന്നെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ ആൾക്കാരെ നോക്കും. എനിക്ക് മുകളിൽ ഞാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട്, പല ആൾക്കാരെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നും പറഞ്ഞ് ഞാൻ ഒട്ടും സെൽഫിഷ് അല്ല എന്നല്ല, ഞാൻ സെൽഫിഷ് ആണ്. ഞാൻ പല കാര്യങ്ങളിലും സെൽഫിഷ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ഞാൻ ആൾക്കാരെ വെക്കാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. നല്ലതല്ല, ബി സെൽഫിഷ്. പക്ഷെ ഞാൻ ആൾക്കാരെ അവർക്ക് പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു പ്രത്യേക കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് അവരെപ്പോഴും ഹാപ്പിയായി, അവരെപ്പോഴും ഓക്കെ. ഞാനിപ്പോൾ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ ഭയങ്കര സങ്കടവും പറഞ്ഞ് എന്നോട് വന്നിരുന്നാൽ ഞാൻ സങ്കടത്തിലാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഞാൻ അവരെ ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. നീ ഒരു പുണ്യവതി, ഞാൻ എന്നെ തന്നെ വെള്ളം ഒഴിച്ച് നോക്കാൻ വെക്കും കേട്ടോ. ഞാൻ ആൾക്കാരെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? റിലേറ്റ് ആയിരിക്കൂടാ. ഞാൻ ഈ കുന്ത്രാണ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും കുറേ സെയിം ആണ്. ഒരു 4-5 ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലാവരും മിക്കതും റിപ്പീറ്റ് ചെയ്ത് പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് യു ലുക്ക് സോ പ്രിറ്റി, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, സൗന്ദര്യത്തിന്റെ രഹസ്യം. ഓക്കെ, അപ്പം എന്നോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തി ഇത്രയും ക്വസ്റ്റ്യൻസ്. കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് എൻ്റെ കല്യാണം, എൻ്റെ ടൈപ്പ് ഓഫ് ചെക്കൻ എങ്ങനെയാണ്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, പിന്നെ ഗബ്രി ഞാനും ഉള്ള വ്ളോഗ് ഇനി എപ്പോഴാണ് വരിക, ഞാൻ ഓക്കെ ആണോ, ഞാൻ ഹാപ്പി ആണോ, അങ്ങനെയൊക്കെ കുറേ ഉള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഞാനിപ്പോൾ ഇത്ര പറഞ്ഞു നിർത്തിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ പ്രായം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ അത്രയും
പ്രായമുള്ള കൊച്ചായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും പറയല്ലേ, അത് സങ്കടമാവോ. ഓക്കെ, ഗബ്രി ഞാനുമായിട്ടുള്ള വ്ളോഗ് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും കിട്ടാനുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇൻഷാ അല്ലാ എന്തെങ്കിലും നല്ല കോണ്ടന്റ് ഒക്കെ കിട്ടുമ്പോൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ വ്ളോഗുകൾ ഞാൻ എന്തായാലും സിംഗിൾ ആയിട്ട് വ്ളോഗ് എടുക്കാൻ, എൻ്റെ പഴയ പോലത്തെ എൻ്റെ പഴയ ഒറ്റയ്ക്കുള്ള വ്ളോഗൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇടുന്നത് ഞാൻ കാണുന്നു. എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാവുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള വ്ളോഗുകളൊക്കെ എടുക്കാൻ ഇനി ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഞാനിവിടെ കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെന്നും പറഞ്ഞിരുന്ന അലയ്ക്കും എന്നെ ഒരാൾ വേണ്ടേ എന്ന് എനിക്കിപ്പോൾ തോന്നുക. അങ്ങനെ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് ഇടാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെന്താ എന്നോട് ചോദിച്ചിരുന്നത്? കല്യാണക്കാരൻ ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ടൈപ്പ് ഓഫ് ചെക്കനെ പറ്റിയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റൻ അല്ല എൻ്റെ ഇതിനകത്ത്. പിന്നെ ഞാൻ സിംഗിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. സിംഗിൾ നല്ലതാണെങ്കിൽ ഐ എം റെഡി ടു മിങ്കിൾ, നല്ലതല്ലെങ്കിൽ ഐ എം നോട്ട് റെഡി ടു മിങ്കിൾ. പിന്നെ എനിക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്. ഞാനിങ്ങനെ റെഡി ടു മിങ്കിൾ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല സമയമെടുക്കും ഇനി ഒരു റിലേഷൻഷിപ്പ് ആവാനും. എനിക്കൊരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കൊടുക്കാനൊക്കെ എനിക്ക് നല്ല ടൈം എടുക്കും. എനിക്കത് സമയമെടുത്ത് മാത്രമേ എൻ്റെ അത് ശരിയാവുള്ളൂ. പിന്നെ എൻ്റെ ടൈപ്പ് ഓഫ് ചെക്കൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എനിക്കങ്ങനെ ഒരു ടൈപ്പും ഇല്ല. എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി, എനിക്ക് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനായാൽ മതി. ജോലിയും കൂലിയും ഇല്ലാത്തൊരുത്തനായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയത്തില്ല. ജോലിയും കൂലി ഇല്ലെങ്കിൽ ഞാൻ അടുപ്പിക്കത്തില്ല. ജോലിയും കൂലിയൊക്കെ വേണ്ടേ? പിന്നെ ജോലി വേണം, ഫാമിലിയെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാവണം, ചീറ്റ് ചെയ്യാത്ത ഒരാളാവണം, എൻ്റെ എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാളാവണം, എന്നെ സ്നേഹിക്കുന്ന ഒരാളാവണം. അങ്ങനെ പിന്നെന്താ? പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ എന്താ ചോദിച്ചിരുന്നത്? വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ഞാൻ 2 വർഷം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്രയും നേരത്തെ വ്ളോഗ് കാണാൻ മടിയുള്ളവർ ഇനി ഇവിടുന്ന് തൊട്ട് കണ്ടാലും മതി. ഞാൻ വലിയ ഓക്കെ ഒന്നും ആയിരുന്നില്ല. ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. ഞാൻ എൻ്റെ തെറാപ്പിയൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആണ് കേട്ടോ. എന്നെ തെറാപ്പി ഒട്ടും ഹെൽപ്പ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ഭയങ്കര മോശം കണ്ടീഷനായിരുന്നു. പിന്നെ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഡിപ്രഷൻ്റെ ഒക്കെ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഞാനതെടുത്താൽ എനിക്ക് ഭയങ്കര സീനായി പോകുമെന്നൊക്കെ ഉള്ള പേടി കൊണ്ടിട്ട് ഞാൻ അന്നൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എൻ്റെ ആദ്യത്തിലെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കറൻ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ആദ്യത്തെ തെറാപ്പി അവരുടെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ അത്രയും മെനക്കെട്ടിട്ടില്ല. എനിക്ക് പിന്നെ അത് പേടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് ആദ്യത്തെ അത്രയും വർക്കാവായിരുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ വാർത്തകൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാ ചിരിക്കുന്നേ? കരയാനുള്ളതാ. ഓക്കെ, സോ അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി തൊട്ട് നമ്മുടെ വ്ളോഗുകൾ ഉണ്ടാവണം, ഉണ്ടായിരിക്കും, ചെയ്യണം. ചിന്നുമോളെ നീ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ നാട്ടിലോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് അവിടെയുള്ള വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എൻ്റെ കൂട്ടുകാരോടുള്ളത്, പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് ഞാൻ അർജുനാനന്ദ് ആൽവിനുമായിട്ടുള്ള വ്ളോഗ് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, ഗബ്രി ആയിട്ടുള്ള വ്ളോഗ് മാത്രമേ താല്പര്യമുള്ളൂ. ഗൈസ്, എപ്പോഴും 24/7 അല്ലെങ്കിൽ ഫുൾ ഡേ ഗബ്രി എൻ്റെ കൂടെ ഉണ്ടാവാറില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവരിവിടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ആനന്ദും അർജുനും ആൽവിനും ഇവർക്കൊരു ചാനൽ ഇല്ലെന്നേ ഉള്ളൂ. അവരും എൻ്റെ ഫ്രണ്ട്സാണ്. നിങ്ങളെന്ത് മനസ്സിലാക്കണം. എല്ലാവരും എൻ്റെ ആൾക്കാരാണ്. അപ്പം ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇവരാരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാം. സോ പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. റിയോ ഇനിയിപ്പോൾ കിടന്ന് അലമ്പുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നുണ്ട്, കാരണം ഇത്രയും സമയമായതുകൊണ്ട്. സോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഒരു Q&A പോലെ ഞാൻ ജസ്റ്റ് നോർമലായി എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞില്ല, എന്തൊക്കെയോ ഇനി പറയാനുണ്ട്, എന്തൊക്കെയോ ഇനി പറയാൻ എനിക്ക് മനസ്സില്ല, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. സോ നിങ്ങളെ വീണ്ടും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും, പഴയതുപോലെ തന്നെ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, അതിൽ ഞാൻ ലക്കിയാണ്. എന്നെ വെറുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, അതിൽ ഞാൻ അൺലക്കിയാണ്.
സോ നിങ്ങൾ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യും, സ്നേഹിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഓൾഡ് ടൈപ്പുള്ള വ്ളോഗുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഏതെൻ്റെ പേരിൽ നീ എന്തു ഇങ്ങനെ സംസാരിക്കുന്നേ, നീ എന്തു ഇങ്ങനെ പറയുന്നേ, നീ എന്തു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. ഞാൻ എൻ്റെ പഴയ ഞാനായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. വിത്ത് എൻ്റെ ഇപ്പോൾ ഉള്ള എല്ലാ നല്ല ക്വാളിറ്റീസും നിലനിർത്തിക്കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട്, ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഒരു പഴയ ഫൺ വേർഷൻ ജോസ്മിനെ എടുത്തുകൊണ്ട് എനിക്കൊരു ഫൺ വേർഷൻ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുള്ളത് ഞാനത് കോട്ടോളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾ തന്നെ ഇല്ല എന്ന് കുട്ടിപ്പിശാച്ചിനെ കാണുന്ന എന്നെ കാണുന്നത് നോട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരെ കുറേ നെഗറ്റീവ് വോയിസ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്രയും വലിയ വിശേഷമല്ല. സോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വ്ളോഗുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഞാൻ ഇനി അടുപ്പിച്ചടുപ്പിച്ച് വ്ളോഗുകൾ ഇരിക്കും. അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർ സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. ഞാൻ വ്ളോഗുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ വരും. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, നാട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. Ta-da!